അതെ, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒരു പുഷ്, ഒരു ചെറിയ ട്യൂണപ്പ്, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലേ? പിന്നെ ടൈറ്റ് ഷെഡ്യൂളാണ്, കുറേ സിനിമകളുടെ ബാക്ക് ടു ബാക്ക് ഷൂട്ടും, അതിനെല്ലാം പ്രിപ്പറേഷൻസ് ഉള്ള ഒരു സമയം നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടെത്തി. അതൊക്കെ ഓക്കെയാണ്, ഒരു വിഷയമില്ല. പിന്നെ എൻ്റെ രീതി കുറച്ച് ഡിഫറെൻ്റാണ്. ബേസിക്കലി പിന്നെ 6 മാസത്തേക്ക് എന്നെ കട്ട് ചെയ്ത് വിടാനും പറ്റില്ല. പിന്നെ ഞാൻ പറഞ്ഞ പേയ്മെൻറ്റിൽ ഒരു മാറ്റമില്ലെങ്കിൽ ഞാൻ ഓക്കെ. പേയ്മെന്റിനെ പറ്റി സാറിന് ഒരു പ്രശ്നമില്ല. നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു ഐ മീൻ ഇതിനു മുമ്പ്? ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോന്ന് ഞാൻ വിചാരിച്ചത്. അതല്ല, വൈ റഷ്യ? ഐ മീൻ അവിടെ MBBS പഠിക്കാൻ പോയൊരു ഫ്രണ്ട് എനിക്കുണ്ടായിരുന്നു. ബട്ട് ആക്ടിങ് ചെറിയൊരു ജാട. മാലി തിയേറ്റർ. മാലി? ആ മാലിയല്ല, മെത്തഡാറ്റിൻ്റെ ഈറ്റിലും അറിയില്ലേ? സ്റ്റാലിൻ സ്വാസ്കി, ബോളോസ്ക്വാസ്കി, ആശാമര തട്ടകം, അതായിരുന്നു എൻ്റെ മെയിൻ ഉദ്ദേശം. പിന്നെ ഗവൺമെൻറ്റിൻ്റെ സ്കോളർഷിപ്പൊക്കെ ഉണ്ടായിരുന്നു. ഓ, ഞാൻ മുന്നേ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. ബേസിക്കലി ഞാനൊരു ആധുനിക മനുഷ്യനാണ്. അതായത് നിങ്ങൾ ഈ സാധാരണ ജനങ്ങളെ പോലെ ജൈവികമായിട്ടുള്ള വികാരങ്ങൾ ലൈക്ക് പെയിൻ, ഹേറ്റ്, ഈഗോ, ജാഡ, ഇൻസൾട്ട് ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല. ബിക്കോസ് ഐ എം ആൻ ആക്ടർ. പിന്നെ എല്ലാ തരത്തിലുള്ള വയലൻസിനെ എതിർക്കുന്ന ഒരാളാണ്. ഒട്ടും വയലൻസ് ഇല്ലാത്തൊരു ലോകം, അതാണ് എൻ്റെ സ്വപ്നം. അപ്പോൾ ആക്ടറായിട്ട് സിനിമയിലൊന്നും ട്രൈ ചെയ്തില്ല? നോ, നെവർ. സിനിമ ഒരുമാതിരി പ്ലാസ്റ്റിക് ആർട്ടാണ്. ഞാനിവിടെ നാടകമൊക്കെ ചെയ്ത് അങ്ങനെ പോകുന്നു, കുട്ടികളെ നാടകമൊക്കെ പഠിപ്പിച്ച്. പിന്നെ PK പറഞ്ഞായിരുന്നു ഒരു കൊച്ചു കുട്ടീനെ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കണമെന്ന്. ആക്ടിങ്ങിന്റെ ബേസിക്സ് ഒക്കെ ശരിയാക്കി അതൊക്കെ എങ്ങനെയാണ് എല്ലാം പറഞ്ഞ പോലെ മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ തുടങ്ങാൻ പോകുന്ന സ്ഥിതിക്ക് ഐശ്വര്യമായിട്ടൊന്ന് ഷെയ്ക്കിൻ്റെ തുടങ്ങാം. അസോസിയേഷന്റെ പ്രശ്നവും കേസൊക്കെ താങ്കൾ സോൾവ് ചെയ്തിട്ടുണ്ടാകും. എന്നാൽ പാവപ്പെട്ട ഒരു തൊഴിലാളിയുടെ കാലൊടിഞ്ഞിട്ട് നിങ്ങൾ എന്ത് പരിഹാരമാണ് ഉണ്ടാക്കിയത്? അന്ന് കാർ ഓടിച്ചിരുന്നത് ഞാനായിരുന്നില്ല, എൻ്റെ ഡ്രൈവറായിരുന്നു. ഒരു അത്യാവശ്യ കാര്യത്തിന് ഞാൻ എൻ്റെ കാറിൽ സെറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ദൗർഭാഗ്യവശാൽ എൻ്റെ സിനിമാ സഹപ്രവർത്തകനായ ഒരു സഹോദരൻ്റെ കാലിൽ ചെറിയൊരു പൊട്ടലുണ്ടായി. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും ചികിത്സാ ചെലവും ഡേവിഡ് പഠിക്കില്ലെന്ന് ഞാൻ വഹിച്ചോളാമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. താങ്കൾ സെറ്റിലൊക്കെ വന്ന് അലമ്പുണ്ടാക്കുന്ന ഒരാളാണെന്ന് പൊതുവെയുള്ള സംസാരം, അത് എത്രത്തോളം ശരിയാണ്? എൻ്റെ കൂടെ ഇതുവരെ സിനിമ ചെയ്തിട്ടുള്ള ആളുകളോട് നിങ്ങൾക്ക് ഇതേ ചോദ്യം തന്നെ ചോദിക്കാലോ. സാറിന്റെ പടത്തിലെ ഡയറക്ടർ കോശി ഒരു മാധ്യമത്തിൽ പറഞ്ഞത് താങ്കൾ ഒരു ഒട്ടും ഡിസേർവിംഗ് അല്ലാത്ത വെറും സൂപ്പർ ഹീറോ ചമയുന്ന ഒരു പൊട്ടൻ ചെക്കനാണെന്നാണ്. അത് അദ്ദേഹം തന്നെ നിഷേധിച്ചിട്ടുമുണ്ട്. അപ്പൊ കോശി സാറിന്റെ പടം റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? അതൊരു ക്ലോസ് ചാപ്റ്ററാണ്. സോറി, ഞാനായിട്ട് ക്ലോസ് ചെയ്തൊരു ചാപ്റ്ററാണ്. മഞ്ഞൾ വിരിഞ്ഞ പൂവ് സെറ്റിൽ പ്രശ്നം ഉണ്ടായപ്പോൾ താങ്കൾ ഒളിവിൽ പോയത് താങ്കളുടെ ഭാഗത്ത് ശരിയില്ലാത്തതുകൊണ്ടല്ലേ? ഞാൻ ഒരു ട്രിപ്പ് പോയതാണ്, ഒളിവിൽ പോകാൻ ഞാൻ ക്രിമിനലൊന്നുമല്ല. താങ്കളുടെ ഒരു കാലത്തെ ഏറ്റവും വലിയ ഹിറ്റ് ജോഡിയായിരുന്ന നടി ആൻബാവ, അവരോടൊപ്പം മറ്റൊരു സിനിമ വരാത്തത് എന്തുകൊണ്ടാണ്? എല്ലാ സിനിമയിലും ഒരാൾ തന്നെയാവണോ നായിക? അല്ല, നിങ്ങൾ തമ്മിലൊരു ബന്ധം വെച്ച് ചോദിച്ചാണ്. ശരി, മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് നിങ്ങളുടെ തൊഴിലായിരിക്കും, പക്ഷെ അതെന്റെ തൊഴിലല്ല. ഞാൻ പറഞ്ഞതാണ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ മതി. അപ്പോഴാണ് തനിക്ക് സാഹചര്യം സ്മൂത്ത് ആക്കാൻ വേണ്ടി. എന്ത് സാഹചര്യത്തിലും? അപ്പൊ തനിക്ക് പ്രസ് മീറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇതെങ്ങനെ സോർട്ട് ചെയ്യും? ഈ സാഹചര്യം ഞാൻ സോർട്ട് ചെയ്യാം. തന്നെ താൻ അങ്ങോട്ട് പോയി സോർട്ട് ചെയ്താൽ മതി, എന്നെ വിളിക്കണ്ട. ഗുഡ് മോർണിംഗ്. ഹലോ, നീ എന്താ ഇവിടെ? എന്ത്? അല്ല, ഇയാളെന്താ ഇവിടെ? അഭിനയ പഠനം. ഞാൻ ഫുൾ പ്രിപ്പയർഡ് ആണ്, സെറ്റാക്കാം. അപ്പൊ ഇയാളല്ലേ ഈ വണ്ടി ഓടിക്കുന്നത്? അല്ല, ഈ കൂടെ വണ്ടി ഓടിക്കാനൊക്കെ ഒരു വലിയ തട്ട് മുട്ടോ ചെയ്യുന്നൊക്കെ ഒരു പേടിയാണ്. പിന്നെ എനിക്കൊരു ക്ലച്ചും വേണം, അതുകൊണ്ടാ. അതെങ്ങനെ ശരിയാവും? ഇയാൾ ഡ്രൈവറാണെന്നല്ല എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. ആര് പറഞ്ഞു? മാറ്റി പറയണം, പറയാൻ പോകുന്നില്ലുള്ളൂ. അല്ലെങ്കിൽ ഒരു സുഹൃത്താന്ന് പറയണം, അതും അല്ലെങ്കിൽ സഹോദര എന്ന് പറയണം. ഞങ്ങളെ കണ്ട ഒരേപോലെ ഇല്ലേ? വിശ്വസിക്കും എല്ലാവരും. വെർസെറ്റിൽ ആവേണ്ട ഒരു ആക്ടർ, അങ്ങനെയൊക്കെ അല്ലേ? ആകാശമൊക്കെ നോക്കി പോവാം. സൗണ്ട് വരില്ലേ? ഇവിടെയാണോ ഷൂട്ട്? അപ്പൊ MG റോഡിലൊക്കെ വൈറ്റിലെ ജംഗ്ഷൻ ഷൂട്ടും വെച്ചിട്ട് ബൗൺസേഴ്സ് ഒന്നും ഇല്ലേ?